പണി തുടങ്ങിയപ്പോൾ ആ പ്രദേശം മൊത്തം പാറയായിരുന്നു. ഞാൻ 33 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നപ്പോൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി. അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കുമ്പുക്കൽ കുരുമുളക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 75 സെൻറ്റ് സ്ഥലം കുടുംബ ഷെയറായിട്ട് കിട്ടിയിരുന്നു. അതിലാണ് ഞാൻ കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചത്. മുന്നോടിയായിട്ട് ആ സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ JCB വിളിച്ച് ഇതിൻ്റെ പണി തുടങ്ങിയപ്പോൾ ആ പ്രദേശം മൊത്തം പാറയായിരുന്നു. അത് എന്നെ മാനസികമായിട്ട് വളരെ തളർത്തിയെങ്കിലും അത് തന്നെ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കുരുമുളക് ബുക്ക് ചെയ്തു. ഈ ഭാഗത്ത് പന്നിയും കുരങ്ങും ഒക്കെ ഭയങ്കരമായ ശല്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് വേലിയും ഫെൻസിങ്ങും ഒക്കെ ചെയ്തു, സോളാറൊക്കെ ചെയ്ത് റെഡിയാക്കി എടുത്തപ്പോൾ ഏകദേശം 1 വർഷം എടുത്തു. ആദ്യം കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വന്നു. എല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഈ പരിപാടി കംപ്ലീറ്റ് ചെയ്തത്. 5 മീറ്റർ പൈപ്പാണ്. അതെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെ കുഴിയെടുത്ത് കോൺക്രീറ്റ് ചെയ്ത് അത് ഫിക്സ് ചെയ്തു. തൈ ഓർഡർ ചെയ്ത് ഏകദേശം 1 വർഷത്തോളം ആയി എനിക്ക് തൈ എത്തിയപ്പോൾ. ആ ടൈം കൊണ്ട് ഞാൻ ഈ ഭൂമി റെഡിയാക്കി എടുത്തു. പിന്നെ വൈഫ് കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഇത് തുടങ്ങിയതിന് ശേഷം ഈ കൃഷിഭൂമിയിൽ തന്നെയാണ്. അത്രയും ക്ഷമയും ആയിട്ട് നമ്മളിത് കൈകാര്യം ചെയ്താലേ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ കൃഷിയിൽ എടുത്തു ചാടിയിട്ടൊരു കാര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. തൈ ജനുവരിയിലാണ് എനിക്ക് തൈ സാറ് എത്തിച്ചു തന്നത്. ഏകദേശം 9-10 മാസത്തോളമായി. മാർച്ചിലാണ് 2ാമത്തെ സെക്ഷൻ ഞാൻ നട്ടത്. 150 മൂട് എല്ലാം തിരിയിട്ടു. ഇപ്പോൾ എല്ലാം നല്ല കാവലമായി വന്നിട്ടുണ്ട്. അതിൻ്റെ വളർച്ചയൊക്കെ കണ്ട് തിരിയൊക്കെ ഇട്ട് വന്നപ്പോൾ നല്ലൊരു സന്തോഷം ഇപ്പം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിനു മുന്നേ പല കുരുമുളകും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഇത്ര 1 വർഷത്തിനകത്ത് 6-7 മാസം കൊണ്ട് തിരിയിടുന്നത് അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത് ഈ കുമ്പുക്കൽ കുരുമുളകിനുള്ള പ്രത്യേകതയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യം കാച്ച തിരികൾ എല്ലാം ഒഴിവാക്കണമെന്ന് സാറ് പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ട് ഞാൻ കുറേയൊക്കെ ഒഴിവാക്കി. പിന്നെ അത് വീണ്ടും ഇങ്ങനെ തിരിയിട്ട് വരുന്നത് കണ്ടപ്പോൾ ഇപ്പോൾ കുറച്ച് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കൃഷിയിൽ ഇറങ്ങിയതിന് ശേഷം ഇതുവരെയും എന്നെ കുടുംബക്കാരെല്ലാവരും ഒരുപാട് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചെങ്കിലും ഞാനത് ഒരു ദൃഢനിശ്ചയമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഇതിൽ നിന്ന് നല്ല സന്തോഷമാണ് കിട്ടുന്നത്. പെട്ടെന്നുള്ള ആദായം കണക്കാക്കിയല്ല അത് ചെയ്യുന്നത്. നമുക്കൊരു മനസ്സിൻ്റെ ഒരു ഹാപ്പിനെസ്, അതാണ്. റിട്ടയർഡ് ലൈഫ് അവിടെ കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്നതിനേക്കാൾ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തീരുമാനമെടുത്തു. അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്.